ഏറെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്തിൻ്റേത് മികച്ച ധനകാര്യ മാനേജ്മെന്റ് എന്ന് CAG റിപ്പോർട്ട്. ധനക്കമ്മിയും പൊതുകടവും കുറഞ്ഞെന്നും CAG റിപ്പോർട്ട്. GST വരുമാനത്തിൽ വർധനയെന്നും CAGയുടെ റിപ്പോർട്ട്. വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷീജ, വലിയ തരത്തിലുള്ള സംസ്ഥാന സർക്കാരിനെ വലിയ അഭിനന്ദിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് CAGയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. വലിയ തരത്തിലുള്ള ഒരു നല്ല മികച്ച ധനകാര്യ മാനേജ്മെന്റാണ് സംസ്ഥാന സർക്കാരിൻ്റെതാണ് CAG പറഞ്ഞിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് CAGയുടെ റിപ്പോർട്ടിൽ പറയുന്നത്? ബിജു, പ്രധാനമായും കഴിഞ്ഞ വർഷം സംസ്ഥാനത്തിന്റെ റവന്യൂ ധനക്കമ്മികൾ കുറഞ്ഞതായാണ് CAG റിപ്പോർട്ടിൽ പറയുന്നത്. റവന്യൂ കമ്മി 2022-23 ആഭ്യന്തര ഉൽപാദനത്തിന്റെ 0.88% കുറഞ്ഞിട്ടുണ്ട്. 2020-21 റവന്യൂ കമ്മി 3.327% അതാണ് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത്. ധനക്കമ്മിയിലും കുറവുണ്ടായിട്ടുണ്ട്. 2022-23 2.44% കുറഞ്ഞത്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് പൊതുകടത്തിന്റെ കാര്യമാണ്. കഴിഞ്ഞ വർഷം GSDP-യുടെ 36.8% പൊതുകടം. മുൻ വർഷം അത് 38.65%. കോവിഡ് സാഹചര്യത്തിലാണ് 2020-21 39.87% ഉയർന്നു നിന്നിരുന്നത്. അതിൽ നിന്നും താഴേക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് 36.8% പൊതുകടം എത്തിച്ചിരിക്കുന്നത്. GSTയുടെ വരുമാനത്തിൽ 22. ശരി ഷീജ, സംസ്ഥാനത്തിൻ്റെത് മികച്ച ധനകാര്യ മാനേജ്മെന്റ് എന്ന് CAG. GST വരുമാനത്തിലും വർധന ഉണ്ടാക്കാൻ കഴിഞ്ഞുവെന്ന് CAGയുടെ റിപ്പോർട്ട്. വിവരങ്ങളാണ് ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.